മനോജിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം മനോജ് ഗുരുവായൂരാണ്. മനോജ് കേൾക്കാമെങ്കിൽ നമസ്തേ, തിരുവോണാശംസകൾ. പുത്തമ്പലരിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ഗുരുവായൂരില്ല നമുക്കെന്ത് ആഘോഷം? അവിടുത്തെ കാഴ്ചകൾ എന്താണ്? ഗുരുവായൂരപ്പനെ വണങ്ങാനായി എത്തിയുടെ നീണ്ട നിരയാണോ? പ്രത്യേക പൂജകളുണ്ടോ? എന്തൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ? നമസ്തേ പ്രദീപിള്ള, എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഗുരുവായൂർ അമ്പലനടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ആ ഒരു തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് തിരുവോണ ദിനത്തിൽ കണ്ണനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഉണ്ണിക്കണ്ണനെ തിരുനടയ്ക്ക് മുന്നിൽ ഒരു അത്തപ്പൂക്കളമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തം ദിനം മുതൽ ഈ 10 ദിവസവും ഇത്തരത്തിലൊരു അത്തപ്പൂക്കളം ഇവിടെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നിരവധി പേർ ഈ കാഴ്ചക്കുലയുമായി കണ്ണനെ ദർശിക്കാനെത്തി. അതിനുശേഷം ഇപ്പോൾ ഈ തിരുവോണ ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ രാവിലെ തന്നെ വിശേഷാൽ കാഴ്ച ശീവേലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അതിൽ തന്നെ വിശേഷാൽ മേളം അടക്കം നടന്നിരുന്നു. അതിനുശേഷം ഭക്തജനങ്ങൾ അങ്ങനെ വരി നിൽക്കുവാണ് കണ്ണനെ കാണുവാൻ വേണ്ടി. കണ്ണനെ ഈ തിരുവോണ നാളിൽ ഒരു നോക്ക് കാണുന്ന ആ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇവിടെ ജനങ്ങളൊക്കെ അങ്ങനെ ആ ഒരു തിരക്കൊന്നും വകവയ്ക്കാതെ ഇവിടെ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ രാവിലെ ഉണ്ണിക്കണ്ണന് ഓണപ്പുടവ സമർപ്പണം നടന്നിരുന്നു. ഈ ക്ഷേത്രം ഊരാളനാണ് ആദ്യമായി ഉണ്ണിക്കണ്ണന് ഈ ഒരു ഓണപ്പുടവ സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ ഭക്തജനങ്ങൾ നിരവധിയായി ഉണ്ട്. അവരൊക്കെ തന്നെ വരി നിൽക്കുന്ന ആ ഒരു കാഴ്ച, ആ തിരക്കൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും എവിടുന്നാ വരുന്നത്? ചേർത്തല രാവിലെ മുതൽ കണ്ണനെ കാണുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, കണ്ണനെ കണ്ടു, തൊഴുതിട്ട് അങ്ങനെ വീണ്ടും ഇവിടെ നിൽക്കുകയാണ്. പോവാ. ഇന്ന് ഇവിടെ തിരുവോണ സദ്യയൊക്കെ ഉണ്ട്. തിരുവോണ സദ്യ ഉണ്ട്. അത് തിരക്കാ, ഭയങ്കര തിരക്കാ. നോക്കി തീർച്ചയായും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഉണ്ണിക്കണ്ണന്റെ നടയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഗുരുവായൂർ മണികണ്ഠനാണ്, ഭാഗവതരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു തിരുവോണ ദിവസം ഈ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. തിരുവോണ നാളിലെ വാമനാവതാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരത്തെ മാറ്റി എന്നും മനസ്സിൽ സന്തോഷം വ്യാപിക്കാനുള്ള ഒരു സുദിനമാണ് തിരുവോണം. നമ്മൾ വാമനാവതാരമൂർത്തി ബാക്കി അവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അടുത്ത കൃഷ്ണാവതാരത്തിന് മുമ്പായിക്കൊണ്ട് ഈ മഹാബലി യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വാമനന്റെ രൂപത്തിൽ, ഒരു വടുവിൻ്റെ രൂപത്തിൽ ചെന്ന വഴിക്ക് തന്നെ ആദ്യം കണ്ടതെന്താ വെച്ചാൽ മഹാബലിയുടെ മകള് ആ ചന്ദ്രലേഖ നോക്കി, ഈ നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ഇതിനൊന്ന് ഉമ്മ വയ്ക്കണം അല്ലെങ്കിൽ മുല കൊടുക്കണമെന്നും ആര് ചിന്തിച്ചു? മഹാബലിയുടെ മകള് കുറച്ച് അടുത്ത് വന്നിട്ട് ഈ 3 അടി മണ്ണുകൊണ്ട് തട്ടിയെടുത്ത മഹാബലിയുടെ മകള് പറഞ്ഞു, ഇങ്ങനെ കുട്ടിയാണെങ്കിൽ ഞാൻ ഇതിനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദ്വാപര യുഗത്തിലെ ആ മഹാബലിയുടെ മകളെ പൂതനയായിട്ട് വന്നത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭക്തജനങ്ങളെയും ഒരുമിച്ച് കാണുക. അപ്പോൾ ഈ തിരുവോണ നാളില് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ജീവികൾക്കും സന്തോഷം പകരാനായിട്ട് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഒരു മറ്റൊരു കലാകാരൻ കൂടെ ചേരുകയാണ്. എന്താണ് എൻ്റെ പേര് ശശികുമാർ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഉണ്ട്. അതെ, ഇന്നലെ രാത്രി തന്നെ വന്നു രാവിലത്തെ മേളത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മാറേന്നാണ്. മേളത്തിൽ പങ്കെടുത്ത് അങ്ങനെ രാവിലത്തെ ശിവേലി പങ്കെടുത്ത് അങ്ങനെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതിൽ പങ്കെടുക്കുന്നത്. തിരുവോണ നാളിൽ ജനൻ ടിവിക്ക് വേണ്ടിയിട്ട് തിരുവോണ നാളിൽ ഭഗവാനെ സേവിക്കാൻ കഴിഞ്ഞാൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. വേണ്ടിയിട്ടൊന്ന് ആലപിക്കാം. അല്ല, അതുപോലത്തെ
ക്ഷേത്രത്തിന് മുന്നിലാണ്. ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അമ്പലനടയിൽ ഇപ്പോൾ നിരവധി ഭക്തജനങ്ങൾ അതോടൊപ്പം തന്നെ കലാകാരന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാവുന്നതാണ് എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ ദർശന സമയം 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട് ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഭക്തർക്ക്, ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൃത്യമായും കണ്ണനെ ദർശിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹങ്ങളും ഇവിടെ ഇതിന് മുന്നിലുള്ള മണ്ഡപങ്ങളിലായി നടക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മറ്റ് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ വിധത്തിലും വളരെയധികം ഭക്തിപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അത് എന്നും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇത്തരത്തിൽ തന്നെയാണ് ഒരു അന്തരീക്ഷം. എന്നാൽ ഇന്ന് തിരുവോണ നാളിൽ അതിൽ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തപ്പൂക്കളമായാലും അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഈ ഓണപ്പുടവയൊക്കെ ചുറ്റി ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഉണ്ണിക്കണ്ണന് രാവിലെ മുതൽ ഓണപ്പുടവ സമർപ്പണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഉത്രാടത്തിന് ഈ കാഴ്ചക്കുല സമർപ്പണം നടന്നു. എന്തായാലും ഹാപ്പി ഓണം. ഇവിടെ തൃപ്പയാറെടുത്ത് എടമുട്ടം, രാമന്റെ നാട്ടിൽ നിന്നാ? അതെ, രാമന്റെ നാട്ടിൽ നിന്ന് കൃഷ്ണനെ കാണാൻ വന്നതാ. കണ്ടോ രാവിലെ ഉണ്ണിക്കണ്ണ കണ്ടോ? കണ്ട് ഓണമായിട്ട് ഓണം എങ്ങനെയുണ്ട്? നല്ല പോലെ ഉണ്ട്. ഓണം കൂടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. എങ്ങനെയുണ്ട് എല്ലാവർക്കും? ചേട്ടാ തമിഴ്നാടാണ്, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്ന്. ഭയങ്കര തിരക്ക്. രാവിലെ മുതൽ തന്നെ ഹാപ്പി ഓണം. ഞാൻ കൊല്ലത്താണ്. രാവിലെ കണ്ണനെ കണ്ടോ? എങ്ങനെയാ? കണ്ടു കണ്ണനെ കണ്ടു. രാവിലെ കയറി തൊഴുതു. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? ഓണാഘോഷമൊക്കെ അടിപൊളി. തിരുവോണം കണ്ണന് മുന്നിലാണ്. തിരുവോണം അവിട്ടം ചതയം 3 ദിവസവും കണ്ണന്റെ കൂടെ, 3 ദിവസം ഭഗവാന്റെ കൂടെ തന്നെ. തീർച്ചയായും അത് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ അപ്പൻ്റെ മുന്നിൽ, കണ്ണൻ്റെ മുന്നിലെത്തി ഈ തിരുവോണ നാളിൽ വളരെയധികം ഭക്തിപൂർവമായിട്ട് കണ്ണനെ ദർശിച്ച് മടങ്ങുന്നവരുണ്ട്. ഇന്ന് 10,000-ഓളം പേർക്ക് ഇവിടെ തിരുവോണ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ആ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. 2 മണി വരെയാണ് ക്യൂ. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ക്യൂ 2 മണി വരെയാണ് തുടരുക. അതിനിടയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഭാരവാഹികൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ കൃത്യമായും തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ണിക്കണ്ണനെ ദർശിച്ചു കൊണ്ട് നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ ഇങ്ങോട്ടേക്ക് എത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക കാഴ്ചശീവേലി, വിശേഷാൽ കാഴ്ചശീവേലി, പിന്നീട് അതിന് അനുബന്ധിച്ചുള്ള മേളം, അതോടൊപ്പം തന്നെ രാവിലെ മുതൽ ക്ഷേത്രം ഊരാളൻ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഉണ്ണിക്കണ്ണൻ്റെ പുടവ സമർപ്പണം, അങ്ങനെ ഓരോ ദിനങ്ങളിലും അതോടൊപ്പം ഓരോ സമയങ്ങളിലും കൃത്യമായും ഈ ഓണത്തോടനുബന്ധിച്ച് ഈ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ ഓരോ ചടങ്ങുകളായി അങ്ങനെ നടക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നടന്ന ഈ കാഴ്ചക്കുല സമർപ്പണം വളരെയധികം സന്തോഷം നൽകുന്ന, അതായത് ഭക്തജനങ്ങളൊക്കെ തന്നെ അവർ ആ കാഴ്ചക്കുലയും കൊണ്ട് ഇങ്ങോട്ടേക്ക് തുടരുക.